മോദിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, മോദി എങ്ങനെയാണ് 2014 പ്രധാനമന്ത്രിയായി വന്നത്, അതിന് സമാനമായിട്ടാണ് ഞാൻ വി ഡി സതീശൻ്റെ ഈ 2026 അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതിനെ ഞാൻ വിലയിരുത്തുന്നത്. ആ നിലയിൽ വി ഡി സതീശനും 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള കൃത്യമായ നീക്കങ്ങൾ, അത് എല്ലാ തരത്തിലും ഒരു പ്രതിച്ഛായ നിർമ്മിതിയായാലും എല്ലാ തരത്തിലും, അത് സാമൂഹ്യ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിയായിക്കോട്ടെ, എല്ലാ തരത്തിലും കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ വി ഡി സതീശനും, ഞാനത് പോസിറ്റീവ് അർത്ഥത്തിലാണ് കാണുന്നത്, നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. എങ്ങനെയാണോ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നത്, ആ ഒരു പ്രധാനമന്ത്രിയായി ഉയർന്നു വരാൻ മോദി എങ്ങനെയാണോ ശ്രമിച്ചത്, അതേ നിലയിൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിയായി എത്താനുള്ള യാത്ര വി ഡി സതീശനും അതിന് സമാനമായി തന്നെ നടത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി സാധ്യമായതെല്ലാം വി ഡി സതീശനും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 102 സീറ്റിൻ്റെ വിജയം കേരളത്തിൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ നോക്കൂ, നയിച്ചവർ, പടനയിച്ചവർ നയിക്കട്ടെ എന്ന ടാഗ് ലൈനോട് കൂടിയുള്ള വലിയ പോസ്റ്ററുകൾ വരികയാണ്. ഇതൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് കാരണമായി. ഒപ്പം തന്നെ മറ്റൊരു പോസ്റ്റർ കൂടി ഇറങ്ങി. എന്താണ്? ഡൽഹിയിലുള്ള ആൾ ഇങ്ങോട്ട് വരണ്ട, ഡൽഹിയിൽ നിന്ന് ആരെയും കെട്ടിയിറക്കേണ്ട കാര്യമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ ഇവിടെ മുഖ്യമന്ത്രിയാകേണ്ടതില്ല എന്ന തരത്തിലുള്ള പ്രചരണവും തുടങ്ങി. ആ ദിവസം വരെ കേരളത്തിൽ ആളുകൾ തോളിൽ ചുമന്നുകൊണ്ട് നടന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിനെ പിന്നീട് താഴെയിട്ട് ചവിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ആ നിലയിലേക്ക് ആളുകളുടെ വികാരം മാറി എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള ഈ തീരുമാനം എന്ന് പറയുന്നത് ഒരു ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, ജനവികാരം കൂടി ഭയപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്.